ഹായ്, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ അല്ലെങ്കിൽ തൊഴിലും ജോലിയും എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പം ഏകദേശം ഒരുപാട് ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ ഇന്ത്യ ഗവൺമെൻറ് വർഷങ്ങളായിട്ട് നടപ്പാക്കിക്കൊണ്ടുവരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ പഠിക്കേണ്ട കാര്യം നമുക്കില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന ഒരു 10 എണ്ണം അല്ലെ 11 എണ്ണം അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡീറ്റെയിൽഡായിട്ട് പഠിക്കേണ്ട കാര്യവും ഇപ്പോഴത്തെ അവസ്ഥയിലില്ല. അപ്പോൾ ഡീറ്റെയിൽഡായിട്ട് പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പദ്ധതിയുടെ കാര്യമാണ് ഫസ്റ്റിലെ ഞാൻ പറയാൻ പോകുന്നത്, എഴുതിയിട്ടിരിക്കുന്നത്. അത് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതികൾ അഥവാ നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് സ്കീംസ്, അതാണ് നമ്മളുടെ ടോപ്പിക്ക്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട്, അതായത് കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ ഗ്രാമങ്ങളിലും നമ്മൾക്ക് ചുറ്റും കാണപ്പെടുന്ന ഒരു ഗ്രാമീണ പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നതാണ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്നാണ് ഇതിൻ്റെ പേര്. MGNREGP എന്നാണ് നമ്മൾ ഇതിൻ്റെ ഫുൾ ഫോം, അതായത് ഷോർട്ട് ഫോമിൽ വിളിക്കുന്ന കാര്യം. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള തൊഴിലുറപ്പ് പദ്ധതി, അതിനെ പറ്റിയിട്ടാണ് ഈ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. അപ്പം തൊഴിലുറപ്പ് പദ്ധതിയുടെ ഫുൾ നെയിമാണ് എന്ത്? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിൽ ഉറപ്പ് പദ്ധതി എന്ന് പറയുന്നത്. അപ്പം അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ട്. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് 2005 സെപ്റ്റംബർ 7-നാണ്. അപ്പം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം പാർലമെൻറ്റ് ഒരു ആക്ട് വഴി പാസ്സാക്കി. ആ ആക്റ്റാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് ആക്ട് എന്ന് പറയുന്നത്. അത് 2005 സെപ്റ്റംബർ 7-നായിരുന്നു. ഉദ്ഘാടനം ചെയ്തത് ആദ്യമായി ആന്ധ്രാപ്രദേശിലെ അനന്ത്പൂർ ജില്ലയിലെ ബെണ്ടിലപ്പള്ളിയിലാണ് ആദ്യമായി തൊഴിലുറപ്പ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഫെബ്രുവരി 2, 2006-നാണ് ആദ്യമായി തൊഴിലുറപ്പ് ഒരു സ്ഥലത്ത് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് നടപ്പിലാക്കിയത് 2008 ഏപ്രിൽ 1 മുതലാണ്. അപ്പോൾ ഇതെല്ലാം ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ സാധ്യതയുള്ളതായിട്ടുള്ള ഫാക്ട്സ് ആണ്. അപ്പോൾ ആദ്യം പറഞ്ഞു, ദേശീയ ഗ്രാമീണ പദ്ധതി ഒരു ആക്ട് ആയിട്ട് പാർലമെൻറ്റ് പാസ്സാക്കിയത് 2005 സെപ്റ്റംബർ 7. ഉദ്ഘാടനം ചെയ്തത് ആന്ധ്രാപ്രദേശിലെ അനന്ത്പൂർ ജില്ലയിലെ ബെണ്ടിലപ്പള്ളിയിലാണ്. അത് 2006 ഫെബ്രുവരി 2-നാണ് ഉദ്ഘാടനം ചെയ്തത്. ഇത് എല്ലാ സംസ്ഥാനങ്ങളിലും അറ്റ് പ്രസന്റ് നിലവിലുണ്ട്. അത് എല്ലാ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിച്ചത് 2008 ഏപ്രിൽ 1 മുതലാണ്. കേരളത്തിൽ ആദ്യം വന്ന സ്ഥലം പാലക്കാടും വയനാടുമാണ്. കേരളത്തിൽ പാലക്കാട്ടും വയനാട്ടുമാണ് തൊഴിലുറപ്പ് ആദ്യമായിട്ട് വരുന്നത്. എന്താണ് ഈ തൊഴിലുറപ്പ് പറയുന്നത്? അതായത് റൂറൽ ആയിട്ടുള്ള ഏരിയാസിൽ, ഗ്രാമീണ പ്രദേശങ്ങളിലെ ബിലോ പോവേർട്ടി ലൈനിൽ താഴെ, BPL പോവേർട്ടി ലൈനിൽ താഴെയുള്ള ആൾക്കാർക്ക് 100 ദിവസം ഉറപ്പായിട്ടും തൊഴിൽ നൽകുന്ന പദ്ധതിയാണ് തൊഴിലുറപ്പ് പദ്ധതി അഥവാ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത്. ഇതിന് അതായത് 100 ദിവസം ജോലി നൽകുമെന്ന് പറഞ്ഞു. പെർ ഡേ 271 രൂപയാണ് ഇപ്പം ഒരു ദിവസം കേരളത്തിൽ അത് കൊടുക്കുന്നത്, അതായത് തൊഴിലുറപ്പുകാർക്ക് കൊടുക്കുന്നത്. എന്നാൽ ഹരിയാനയിലാണ് ഏറ്റവും കൂടുതൽ കൂലി, ഒരു ദിവസത്തെ കൂലി കൊടുക്കുന്നത്. അത് 281 രൂപയാണ്. അതൊരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. കേരളത്തിൽ 271 രൂപയും, എന്നാൽ ഏറ്റവും കൂടുതൽ രൂപ എവിടെയാണ് കൊടുക്കുന്നത്? ഹരിയാനയിലാണ്. 281 രൂപയാണ് ഹരിയാനയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നഗരപ്രദേശങ്ങളിൽ അറിയപ്പെടുന്ന പേരാണ് അയ്യങ്കാളി ദേശീയ നഗര തൊഴിലുറപ്പ് പദ്ധതി. നഗര തൊഴിലുറപ്പ് പദ്ധതി എന്നാണ് ഈ പദ്ധതി അറിയപ്പെടുന്നത്. ഇനി ഈ ആക്ട് ഒരിക്കലും 2005-ലല്ല നിലവിൽ വന്നത്. ഇത് 1991-ൽ PV നരസിംഹറാവു ആദ്യം പ്രപ്പോസ് ചെയ്തിരുന്നു. 2009 വരെ ഇതിൻ്റെ പേരെന്ന് പറയുന്നത് മഹാത്മാഗാന്ധി എന്നില്ലായിരുന്നു. പകരം എന്തു മാത്രമേ ഉള്ളായിരുന്നു? നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് അഥവാ പ്രോഗ്രാം എന്ന് മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പോഴാണത് മാറിയിട്ട് എന്തായിട്ട് മാറിയത്? മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്ന് മാറിയത്. അപ്പോൾ തമ്മിലുള്ള വ്യത്യാസം ഇവിടെ കൊടുത്തിരിക്കുന്നില്ലേ? ഇതെന്ന് പറഞ്ഞ ആക്റ്റും
പി കൊടുത്തിരിക്കുന്നത് എന്താണ്? പ്രോഗ്രാം. അപ്പോൾ പദ്ധതി ചോദിക്കുവാണെങ്കിൽ പ്രോഗ്രാമും, ആക്ട് ചോദിക്കുവാണെങ്കിൽ NREGA എന്നും പറയാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? നോക്കിക്കോ. നെക്സ്റ്റ് നോക്കിക്കോളൂ, ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം, FFW പ്രോഗ്രാം എന്നും അറിയപ്പെടാറുണ്ട്. തുടങ്ങിയ വർഷം ഏപ്രിൽ 1977 തുടങ്ങിയത്. ഗ്രാമപ്രദേശങ്ങളിൽ അധിക തൊഴിൽ, അതായത് ഗ്രാമപ്രദേശങ്ങളിലെ ദുരിതം മാറാനായിട്ട് അവിടുത്തെ ആൾക്കാർക്ക്, അണ്ടർ എംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്കും അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർ ഒരുപാടുള്ളത് കൊണ്ട് ഗ്രാമപ്രദേശങ്ങളിൽ അധിക തൊഴിൽ പ്രദാനം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വന്ന സ്കീമായിരുന്നു ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം എന്ന് പറയുന്ന പരിപാടി. അതായത് ഇവർക്ക് ഗ്രെയിൻസ് ആണ്, അതായത് ധാന്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ധാന്യങ്ങൾ, ഫുഡ്, അതായത് ഫുഡ് ഫോർ വർക്ക് ആണ് അല്ലേ, ധാന്യങ്ങളാണ് ഇവർക്ക് ജോലിക്ക് പകരമായിട്ട് സൗജന്യമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നത്. ഇനി ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, IRDP. എന്താണ്? ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, IRDP വന്ന വർഷം 1978-79 വന്ന റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ് ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, IRDP. സ്വയം തൊഴിൽ ഗ്രാമപ്രദേശങ്ങളിൽ വളർത്തിയെടുക്കുക എന്നതാണ് ലക്ഷ്യം. എന്താണ്? സ്വയം തൊഴിൽ, അതായത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ, സെൽഫ് എംപ്ലോയിഡ് ഗ്രൂപ്പുകൾ ഗ്രാമപ്രദേശങ്ങളിൽ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 1978-79 ഇന്ത്യയിൽ വന്ന പ്രധാന പദ്ധതിയായിരുന്നു IRDP, ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ഇനി ഇതിൻ്റെ 50-50 എന്നുള്ള ഫണ്ടാണ്, അതായത് സെൻട്രലി ആണ് ഈ സ്കീം പ്രൊവൈഡ് ചെയ്തത്, അല്ലെങ്കിൽ സെൻറ്ററാണ് ഇത്. സെൻറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലായല്ലോ, കേന്ദ്രത്തിൽ നിന്നാണ് ഇത് സ്കീം കൊണ്ടുവന്നതെങ്കിലും 50% കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കൊടുക്കും, 50% ഏതാണോ സംസ്ഥാനം ആ സംസ്ഥാനത്തിൽ നിന്നും ഇതിനു വേണ്ടിയിട്ട് ഫണ്ട് അനുവദിക്കുമായിരുന്നു. ഇനി ഗ്രാമീണരായ പാവങ്ങൾ, മാർജിനലായിട്ടുള്ള സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ്, അതായത് വളരെ ചെറിയ രീതിയിലുള്ള ഫാമേഴ്സിനും കുറച്ചും കൂടി വലിപ്പമുള്ള, അതായത് കുറച്ചുകൂടി മുടക്കുമുതൽ ചെലവാക്കിയിട്ട് ചെയ്യുന്ന കർഷകരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടും പിന്നെ ക്രാഫ്റ്റ് വർക്കേഴ്സിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു എന്ത് ലക്ഷ്യമിട്ടിരിക്കുന്നത്? IRDP എന്ന് പറയുന്ന പദ്ധതി ലക്ഷ്യമിട്ടിരിക്കുന്നത്. റൂറൽ ആയിട്ടുള്ള ക്രാഫ്റ്റ്, അതായത് സ്കിൽ തൊഴിൽ, ഈ കൊട്ട നെയ്ത്ത്, അതുപോലുള്ള പാ നെയ്ത്ത്, അതുപോലുള്ള ആൾക്കാരെയും SC/ST ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഏത് പദ്ധതി തുടങ്ങുന്നത്? IRDP പദ്ധതി തുടങ്ങുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചോണം. ഇനി അടുത്തതാണ് ട്രെയിനിങ് ടു റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെൻറ്റ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? ട്രെയിനിങ് ടു റൂറൽ യൂത്ത്, അതായത് ഗ്രാമീണരായിട്ടുള്ള യൂത്ത് മീൻസ് എന്താണ്? യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്, സെൽഫ് എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്ന ഗവൺമെൻറ്റിൻ്റെ സ്കീമായിരുന്നു TRYSEM. എന്താണ്? ട്രെയിനിങ് ടു റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഓഗസ്റ്റ് 15, 1979 വന്ന സ്കീമാണ്. ഇത് BPLകാർക്കാണ് പ്രധാനമായിട്ട്, ബിലോ പോവേർട്ടി ലൈനിലുള്ളവർക്കാണ് പ്രധാനമായിട്ടും ഹെൽപ്പ് കൊടുക്കുന്നത്. വയസ്സ് പറയുന്നുണ്ട്, 18 വയസ്സിനും 35 വയസ്സിനും ഇടയിലുള്ള അണ്ടർ എംപ്ലോയിഡ് ആയിട്ടുള്ളവർക്കും അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഈ സ്കീം വഴി എന്ത് കൊടുക്കുന്നത്? ഹെൽപ്പ് കൊടുക്കുന്നത്. എങ്ങനത്തെ ഹെൽപ്പാ? ടെക്നിക്കലായിട്ടുള്ള ഹെൽപ്പുകൾ, അല്ലെ ബിസിനസ് തുടങ്ങുന്ന, പുതിയ ബിസിനസ് തുടങ്ങാനൊക്കെ എക്സ്പെർട്ടൈസ് കൊടുക്കുക എന്നുള്ളതാണ് ഈ സ്കീമിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇനി ഈ സ്കീം സ്വർണ്ണ ജയന്തി ഗ്രാമ സ്വരോജ്ഗർ യോജനയുമായി ഏത് സ്കീം ലയിപ്പിച്ചു? നമ്മുടെ TRYSEM സ്കീം ലയിപ്പിച്ചു. അത് ഏപ്രിൽ 1, 1999 ഇത് ലയിപ്പിക്കുക. അപ്പം TRYSEM എന്തുമായിട്ടാണ് ലയിപ്പിച്ചത്? സ്വർണ്ണ ജയന്തി ഗ്രാമ സ്വരോജ്ഗർ യോജനയുമായി ഇത് ലയിപ്പിച്ചത് ഏപ്രിൽ 1, 1999 ഓർത്തു വയ്ക്കുക. ഇനി അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ്, നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം. എന്താണ്? നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം അഥവാ NREP. 1980
ശരിക്കും ഈ പേര് കിട്ടുന്നത് അതിന് മുമ്പ് തന്നെ ഇതുണ്ട്. ഫുഡ് ഫോർ വർക്ക് എന്ന പേര് മാറ്റി. എന്താണ് ഫുഡ് ഫോർ വർക്ക് എന്ന പേര്? നമ്മുടെ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം ഇവിടെ ഉണ്ടായിരുന്നു അല്ലേ, 77. ആ പേര് മാറ്റിയിട്ട് പകരം കൊണ്ടുവന്നതാണ് നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അത് 1980 മുതലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഏകദേശം 300 തൊട്ട് 400 മില്യൺ ആൾക്കാർ അണ്ടർഎംപ്ലോയിഡും അൺഎംപ്ലോയിഡുമായിട്ടുണ്ട്. അവർക്ക് ജോലി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് കൊണ്ടുവന്നത്. പിന്നെ ഗ്രാമവികസനവും ലക്ഷ്യമാണ്. അതായത് വെള്ളം കുറവുള്ളിടത്ത് നമുക്ക് എന്താണ് ഈ കിണറൊക്കെ കുഴിച്ചു കൊടുക്കുക, പിന്നെ റോഡ് കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുക, വീടില്ലാത്തവർക്ക് എന്താണ് വീട് വെച്ച് കൊടുക്കുക, അങ്ങനെയുള്ള ഗ്രാമവികസനം ലക്ഷ്യമാക്കി കൂടെ തുടങ്ങിയതാണ് നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം NREP. ഇപ്പം ഈ എംപ്ലോയ്മെന്റ് എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല എപ്പോഴും ലക്ഷ്യം വെക്കുന്നതെന്ന് ഓർക്കുക. അതിനകത്ത് എന്ത് വരും? ഗ്രാമത്തിൻ്റെ മൊത്തത്തിലുള്ള വികസനമാണ് ലക്ഷ്യം. ഒരു എംപ്ലോയ്മെന്റ് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇന്ത്യയെ എക്കണോമിക്കലി സ്ട്രോങ്ങർ ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് കൊടുക്കുന്നത്? ജോലി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രാമവികസനമാണ് കൂടുതൽ ലക്ഷ്യം വെക്കുന്നതെന്നൊന്ന് മനസ്സിൽ വെച്ചേക്കുക. പിന്നെ നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇന്ദിരാ ആവാസ് യോജന. എന്താണ് ഇന്ദിരാ ആവാസ് യോജന? റൂറലി വീടില്ലാത്ത, അതായത് ഗ്രാമീണരായ വീടില്ലാത്ത ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതിയാണ് എന്ത്? ഇന്ദിരാ ആവാസ് യോജന. 1985 മെയ്യിലാണ് ഇത് വരുന്നത്. വീടുകൾ നിർമ്മിക്കുക, വീടില്ലാത്ത ബിലോ പോവർട്ടി ലൈനിൽ കിടക്കുന്ന ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. നോട്ട് ചെയ്തോളൂ. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ജവഹർ റോസ്ഗാർ യോജന, JRY, ജവഹർ റോസ്ഗാർ യോജന. വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാമിൻ്റെ കീഴിൽ NREP, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാമും റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, എന്താ റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാമും നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാമും കൂടി ചേർന്നിട്ടാണ് എന്ത് തുടങ്ങിയത്? ജവഹർ റോസ്ഗാർ യോജന സ്റ്റാർട്ട് ചെയ്തത്. 1989 ഇവർ രണ്ടും കൂടി എന്തിനകത്ത് ലയിക്കുന്നത്? ജവഹർ റോസ്ഗാർ യോജനയുമായി ലയിക്കുന്നത്. ഇനിയും JRY റീവാംപ്ഡ് ഫ്രം, അതായത് ഈ ജവഹർ റോസ്ഗാർ യോജന വീണ്ടും റീവാമ്പ് ചെയ്ത് 1 ഏപ്രിൽ 1999 ജവഹർ ഗ്രാം സമൃദ്ധി യോജനയായി മാറി. അപ്പോൾ ആദ്യം NREPയും റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാമും 1989 ഏപ്രിൽ ലയിപ്പിച്ചിട്ട് പുതിയ പദ്ധതി വന്നു, ജവഹർ റോസ്ഗാർ യോജന. അത് പിന്നീട് 1 ഏപ്രിൽ 1999 എന്തായിട്ട് മാറി? ജവഹർ ഗ്രാം സമൃദ്ധി യോജനയായിട്ട് മാറി. ഇതിൻ്റെ പ്രധാന അതായത് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പഞ്ചായത്താണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. പഞ്ചായത്താണ് ഇതിന് തുടക്കം കുറിച്ചത്. ഇനിയും അടുത്തത് സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗർ യോജന, സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗർ യോജന. ഇത് 25 സെപ്റ്റംബർ 2001 തുടങ്ങുന്നത്. ലോഞ്ച് ചെയ്ത വർഷം 2001 സെപ്റ്റംബർ 25. അഡീഷണൽ ആൻഡ് സപ്ലിമെൻ്ററി വേജ് എംപ്ലോയ്മെൻറ്റ് റൂറൽ ഏരിയാസിൽ, അതായത് ഗ്രാമപ്രദേശങ്ങളിൽ അഡീഷണൽ ആയിട്ടും സപ്ലിമെൻ്ററി ആയിട്ടും വേജ് ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. ഗവൺമെൻറ് പ്രൊവൈഡ് വേജസ് ആൻഡ് ഫുഡ് ഗ്രെയിൻസ്, അത് വേജസും കൊടുക്കും, കൂട്ടത്തിൽ ഫുഡ് ഗ്രെയിൻസ് ധാന്യങ്ങൾ BPL ബിലോ പോവർട്ടി ലൈനിലുള്ള ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. ഈ സ്കീം വഴി ഉദ്ദേശിക്കുന്നത് എന്താണ്? സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗർ യോജന 2001 സെപ്റ്റംബർ 25 നിലവിൽ വന്നു. സപ്ലിമെൻ്ററി വേജും അതുകൊണ്ട് അഡീഷണൽ വേജ് എംപ്ലോയ്മെൻറ്റും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം. കൂട്ടത്തിൽ വേജ് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ BPLകാർക്ക് എന്ത് കൊടുക്കും? ധാന്യങ്ങൾ, ഗോതമ്പായാലും അരിയായാലും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് കൂട്ടത്തിൽ ചെയ്യുന്ന കാര്യം. ഇനിയും അടുത്തത് സ്റ്റാർട്ടപ്പ് വില്ലേജ് എൻ്റർപ്രണർഷിപ്പ് പ്രോഗ്രാം എന്നാണ്. സ്റ്റാർട്ടപ്പ് വില്ലേജ് എൻ്റർപ്രണർഷിപ്പ് പ്രോഗ്രാം. എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഉണ്ട് ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് പുതിയ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഹെൽപ്പ് കൊടുക്കുന്ന സ്കീമാണ് സ്റ്റാർട്ടപ്പ് വില്ലേജ് എൻ്റർപ്രണർഷിപ്പ് പ്രോഗ്രാം. ഇത് 2015-2016 തുടക്കം കുറിച്ചത്. 2018 തൊട്ട് ഇത് നിലവിൽ വരികയും ചെയ്തു.
അപ്പം ഇത്രയും പറഞ്ഞു. ഇനി നോക്കാൻ പോകുന്നത് പ്രധാനമന്ത്രി ശ്രാം യോഗി മാൻധൻ യോജന. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കാര്യമാണ്. ഫെബ്രുവരി 2019 ഇത് വന്നത്. ഇത് ശരിക്കും ഒരു പെൻഷൻ സ്കീമാണ്. എന്താണ് പെൻഷൻ സ്കീമാണ്. 60 വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാർക്ക്, അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ലേബേഴ്സിന്, അതായത് ഓർഗനൈസ്ഡ് അല്ലാതിരുന്ന ആൾക്കാർക്ക് 3000 രൂപ പെർ മന്ത് പെൻഷൻ കൊടുക്കുന്ന സ്കീമാണ് എന്താ പ്രധാനമന്ത്രി ശ്രാം യോഗി മൻധൻ യോജന എന്ന് പറയുന്നത്. ഇനി നാഷണൽ ഹെറിറ്റേജ് ഡെവലപ്മെൻറ്റ് ഓഗ്മെൻറ്റേഷൻ യോജന, അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കാം ഹൃദയ്, അതിൻ്റെ ചുരുക്കപ്പേരാണ് ഹൃദയ് എന്ന് പറയുന്നത്. 2015 ജനുവരി 21 സർക്കാർ തുടക്കമിട്ട ഒരു സ്കീമാണിത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നടപ്പിലാക്കുന്നത് റൂറൽ ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഒന്നുമല്ല, അർബൻ ഡെവലപ്മെൻറ്റ് മിനിസ്ട്രി കൊണ്ടുവന്ന ഒരു സ്കീമാണിത്. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിലെ കളഞ്ഞു പോയെന്ന് തോന്നിക്കുന്ന കൾച്ചറും ഹെറിറ്റേജും എല്ലാം തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന 500 കോടി രൂപയുടെ പദ്ധതിയാണ് നാഷണൽ ഹെറിറ്റേജ് ഡെവലപ്മെൻറ്റൽ ഓഗ്മെൻറ്റേഷൻ യോജന. ഹെറിറ്റേജ് എന്ന് പറയുന്നതും കൾച്ചർ എന്ന് പറയുന്നതും അത് എംപ്ലോയ്മെൻറ്റ് വഴിയാണെങ്കിലും ലുക്ക് വൈസ് ആണെങ്കിലും രാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് അർബൻ ഡെവലപ്മെൻറ്റ് മിനിസ്ട്രി കൊണ്ടുവന്ന പദ്ധതിയാണ് ഹൃദയ് എന്ന് പറയുന്നത്. വർഷം നോക്കി വെച്ചോണം. ഇനി സോളാർ ചർക്ക മിഷൻ 2018, സോളാർ ചർക്ക മിഷൻ 2018 ഇത് മിനിസ്ട്രി ഓഫ് മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസിൻ്റെ അണ്ടറിൽ വന്ന ഒരു സ്കീമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലക്ഷം ആൾക്കാരെ ചർക്ക ക്ലസ്റ്ററോട് കൂടി, അതായത് ചർക്ക നൂല് നോക്കുന്നതില്ലേ, അത് വെച്ചിട്ട് 1 ലക്ഷം ആൾക്കാരെ ഉദ്ദേശിച്ചുകൊണ്ട് ഓരോ ക്ലസ്റ്ററുകൾ ഫോം ചെയ്യുക. ക്ലസ്റ്റർ ഓരോ കൂട്ടമായിട്ട് ഫോം ചെയ്തിട്ട് എന്താണ് തൊഴിൽ കൊടുക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതും കൂടി നോട്ട് ചെയ്ത് വെച്ചോണം, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നോക്കി വെക്കേണ്ടത് നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ, മറ്റൊരു പേരാണ് അജീവിക. 2011 തുടങ്ങിയ പദ്ധതിയാണിത്. പോവർട്ടി റിഡക്ഷൻ അഥവാ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ആണ് ലക്ഷ്യം. ദാരിദ്ര്യം കുറയ്ക്കുക എന്നതാണ് ലക്ഷ്യം. റെഗുലർ ജോബ് മന്ത്ലി ബേസിസിൽ റൂറലി ഉള്ള ആൾക്കാർക്ക്, ഗ്രാമവാസികൾക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. സ്കിൽ ആൻഡ് പ്ലേസ്മെൻറ്റ് ഇനിഷ്യേറ്റീവ് ഓഫ് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താണ് സ്കിൽ ആൻഡ് പ്ലേസ്മെൻറ്റ് ഇനിഷ്യേറ്റീവ് ഓഫ് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ ഗ്രാമ ലെവലിൽ, അതായത് വില്ലേജ് ലെവലിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ തുടങ്ങാനായിട്ട് ഏത് സ്കീം അനുവദിക്കുന്നു? നമ്മുടെ അജീവിക എന്ന് പറയുന്ന സ്കീം അനുവദിക്കുന്നുണ്ട്. ഇനി പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന, അതും ഇമ്പോർട്ടൻ്റ് ആണ്. 2015 മാർച്ച് 21 ക്യാബിനറ്റ് അവതരിപ്പിച്ച അല്ലെങ്കിൽ തുടങ്ങിയ പദ്ധതിയാണിത്. 1120 കോടി രൂപയുടെ പദ്ധതിയാണിത്. ഇത് 1.4 മില്യൺ യുവാക്കൾക്ക് സ്കിൽ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഇതാണ് എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സ്കിൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക യുവാക്കൾക്ക് വേണ്ടി. 1.4 മില്യൺ യുവാക്കൾക്ക് സ്കിൽ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി 2015 മാർച്ച് 21 പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന എന്ന് പറയുന്ന പദ്ധതി ഇറങ്ങിയത്. ഇത് ശരിക്കും ലക്ഷ്യമിടുന്നത് 10ഉം +2ഉം ഡ്രോപ്പ് ഔട്ട് ആയവർക്ക്, അതായത് തോറ്റു നിൽക്കുന്ന ആൾക്കാർക്ക് ലേബർ മാർക്കറ്റിലേക്ക് കടക്കാനുള്ള ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് ഈ പദ്ധതിയെ കാണുന്നത്. അതായത് 10ഉം +2 ഡ്രോപ്പ് ഔട്ട് ആയിട്ടുള്ള യുവാക്കൾക്കും യുവതികൾക്കാണെങ്കിലും ലേബർ മാർക്കറ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ എന്നുള്ള ഉദ്ദേശത്തിൽ സ്റ്റാർട്ട് ചെയ്ത പദ്ധതിയാണ് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന എന്ന് പറയുന്നത്. അപ്പം പദ്ധതികൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒരു നീണ്ട ലിസ്റ്റ് തന്നെയുണ്ട്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് പറയാം. എല്ലാത്തിനെയും പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് തന്നെ പറയാൻ നമുക്ക് വീഡിയോ ചെയ്യാം. പക്ഷേ ഇപ്പം ആവശ്യമുള്ളത് മാത്രം പറഞ്ഞു നിർത്തുകയാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ മഹാത്മാഗാന്ധിയുടെ ആ ഒരു തൊഴിലുറപ്പ് പദ്ധതി എല്ലാ പോയിന്റ്സും നോട്ട് ചെയ്ത് വൃത്തിയായിട്ട് വായിച്ചുകൊണ്ട് പോവുക. പ്രിലിമിനറി ലെവലിൽ അവിടുന്ന് ക്വസ്റ്റ്യൻ വരാനാണ് സാധ്യത. അപ്പം ബാക്കിയെല്ലാം ഒന്ന് ഓടിച്ചിട്ട് വായിച്ചേക്കുക. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നവരെ ബൈ.